നമസ്കാരം. ആരൊക്കെ മുമ്പിലുണ്ടാവും അറിയില്ല. മഴയല്ലേ, മഴയുടെ വിശേഷങ്ങളുമായിട്ട് ഒന്ന് വന്നതാണ്. കാലത്ത് മുതൽ ടിവിയിൽ മഴക്കെടുതികൾ മാത്രമാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ മഴയുടെ സൗന്ദര്യം ഒട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കഴിഞ്ഞ ആഴ്ച വരെ ചൂടുകൊണ്ട് നിൽക്കക്കള്ളിയില്ലാതെ കേരളം ചുട്ടുപഴുത്തു. മഴ പെയ്തപ്പോ നാട് വിട്ടു പോകേണ്ടുന്ന അവസ്ഥയാണ്. അങ്ങ് തിരുവനന്തപുരം മുതൽ ഇങ്ങ് വയനാട് വരെയും വെള്ളപ്പൊക്കമാണ്. മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. എവിടെ അവസാനിക്കും, എങ്ങനെ തീരും എന്നൊന്നും അറിഞ്ഞുകൂടാ. ഇന്ന് കാലത്ത് മുതൽ എഫക്റ്റഡ് ഏരിയയിലെ ആളുകളുടെ സംസാരം കേട്ടപ്പോ സങ്കടം തോന്നി. എല്ലായിടത്തും പറയുന്നു വെള്ളം ഒഴുകിപ്പോകാനുള്ള ഇടങ്ങളെല്ലാം അടച്ചിരിക്കുന്നു, അവിടെ പണിയാണ്, ഇവിടെ പണിയാണ്, വെള്ളം ഒഴുകിപ്പോകുന്നില്ല. വെള്ളം ഒഴുകിപ്പോകാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഓരോ വീടും റൂം ഫോർ റിവറായി മാറി. റോഡ് പുഴയായി, വീടും പുഴയായി മാറി. ഈ ഭാരതത്തിലെ ഈ കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം ജൂൺ ആയാൽ മഴ പെയ്യുമെന്ന്. പണ്ടൊക്കെ നമ്മൾ സ്കൂള് തുറക്കുന്ന അന്ന് മഴ തുടങ്ങും. ഇപ്പൊ ഈ പ്രാവശ്യമാണെങ്കിൽ മെയ് അവസാനം മഴ തുടങ്ങും എന്ന് ഇവിടത്തെ സ്പംഭര വിഡ്ഢികൾക്ക് പോലും അറിയാം. അതറിയാത്ത ഒരൊറ്റ വകുപ്പ് സർക്കാർ മാത്രമേ ഉള്ളൂ. സർക്കാരിന് ഇവിടെ മഴ പെയ്യുന്ന കാര്യമേ അറിയില്ല. കാരണം സർക്കാരിന്റെ വേണ്ടപ്പെട്ടവരൊക്കെ PWD മന്ത്രിയൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ലോകം മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് കേരളത്തിലെ കാര്യം അറിയാൻ ബുദ്ധിമുട്ടാണ്, കഷ്ടമാണ്. റോഡൊക്കെ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്നലെ ജനങ്ങൾ കുഴി അടച്ചു തുടങ്ങി. വെട്ടിപ്പൊളിച്ച കുഴി നാളെ തീരും, മറ്റന്നാൾ തീരും എന്ന് പറഞ്ഞ് കാത്തിരുന്നാണ് ഇത്രയും കാലം. തീരില്ല എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ തന്നെ ഇറങ്ങി കുഴിച്ച കുഴിയിൽ മണ്ണിട്ട് തുടങ്ങി. സാരമില്ല, സർക്കാരിന് വീണ്ടും കുഴിക്കാനുള്ള കൊട്ടേഷൻ കൊടുക്കാമല്ലോ. കുഴി കുഴിക്കലാണല്ലോ, കുഴി കുഴിക്കുക, അതിൽ കുഴിയിൽ നമ്മളെ തള്ളിയിടുക എന്നുള്ളതാണ് സർക്കാരിന്റെ ഇന്നത്തെ ജോലി. സകലമാന മനുഷ്യരെയും കുഴിയിലേക്ക് തള്ളിയിടുക. അത് കണ്ട് അട്ടഹസിച്ചിരിക്കുന്ന ഒരു വിഭാഗമായി നമ്മുടെ കോർപ്പറേഷൻ മുതൽ, പഞ്ചായത്ത് മുതൽ, കോർപ്പറേഷൻ മുതൽ അങ്ങ് PWD മന്ത്രി വരെ ആ രീതിയിലായി മാറിക്കഴിഞ്ഞു. മഴ വരുമെന്ന് അറിയാത്തവർ അവർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും മഴ വരുമെന്നറിയാം. സാധാരണ മനുഷ്യന് മഴ കുട മഴ വന്നാൽ നാടുവിട എന്നുള്ള ഗതിയിലില്ല. അവനവന്റെ വീടും അവന്റെ ജീവിതവും മാത്രമേ ഉള്ളൂ. ഒരു കൊച്ചു വീടും അതിനകത്തൊരു കട്ടിലും മേശയും അടുക്കളയും അടങ്ങുന്ന കുടുംബത്തിലേക്ക്, ആ അടുക്കളയിലേക്കും അവന്റെ ബെഡ്റൂമിലേക്കൊക്കെ വെള്ളം കയറി വരുമ്പോ ഓടിപ്പോവാൻ ഇടമില്ല. ഓടിപ്പോകണമെങ്കിൽ വഴി വേണ്ടേ, അവിടെ നിന്ന് ഓടിപ്പോവാൻ ഇടമില്ല. ഇന്ന് കൊച്ചിയിലൊരു വാർത്ത കേട്ടു, പട പേടിച്ച് പന്തളത്തി എന്നപ്പം പന്തം കൊളുത്തിപ്പടാണ്. എവിടുന്നോ വെള്ളപ്പൊക്കത്തിൽ നിന്ന് ഒഴിവാക്കി കൊണ്ടുപോയി ഫ്ളാറ്റ് താമസിപ്പിച്ചു. ആ ഫ്ളാറ്റ് മുഴുവനും വെള്ളപ്പൊക്കം. എങ്ങനെയുണ്ട്? ഫ്ളാറ്റ് കോർപ്പറേഷൻ പണിതതാണ്, പിന്നെ വെള്ളം പൊങ്ങാതിരിക്കില്ല. പണിതിട്ട് 4 മാസമായിട്ടുള്ളൂ. പക്ഷേ മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പുറത്തേക്ക് പോവില്ല, അകത്ത് തന്നെ ഇരിക്കും. റൂം ഫോർ റിവർ. കഷ്ടമാണ്. അതിനിടയിൽ ഇന്ന് 3-4 മരണങ്ങളും ഉണ്ടായി.
അതും നമുക്ക് സങ്കടമുള്ള, കാരണം ഇങ്ങനെ മരണം തുടങ്ങിയിട്ട്, വെള്ളത്തിൽ മുങ്ങി മരണം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. എന്നാലും കുട്ടികളെ വെള്ളത്തിലേക്ക് വിടുന്ന രക്ഷകർത്താക്കളെ കുറിച്ച് എന്താ പറയുക? മഴയാണ്, പെരുമഴയാണ്. ആ സമയത്ത് പുഴയിൽ ഇറങ്ങരുത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ ആളുകളില്ല. അതങ്ങനെ. എന്തായാലും കേരളത്തിന്റെ അവസ്ഥ പരിതാപകരമായി തുടരുകയാണ്. ഓരോ വർഷം കഴിയുന്തോറും പണ്ടൊക്കെ നമ്മൾ വാർത്തകളിൽ, റേഡിയോ വാർത്തകളിലാണ് ഗുജറാത്തിൽ വെള്ളപ്പൊക്കം എന്ന് കേട്ട് ശീലിച്ചിട്ടുള്ളത്. ഇന്ന് നാം ആ വെള്ളപ്പൊക്കം കൃത്യമായിട്ട് അനുഭവിച്ചു വരികയാണ്. ന്യായം പറയുന്നത് സാധാരണ പെയ്യുന്നതിലും കൂടുതൽ മഴ പെയ്തു. സാധാരണ പെയ്യുന്നതിലും കൂടുതൽ മഴ പ്രതീക്ഷിക്കണ്ടേ? മഴ കൃത്യമായിട്ട് ഇത്ര സെന്റിമീറ്ററേ പെയ്യുള്ളൂ എന്ന് കണക്കെഴുതി തന്നിട്ടുണ്ടോ സർക്കാരിന്? ഇല്ലല്ലോ. നഗരം വികസിച്ചു, ജനപ്പെരുപ്പമുണ്ടായി, റോഡുകൾ അനവധി വന്നു. പക്ഷേ അതുകൊണ്ടുണ്ടാവുന്ന തിക്തഫലങ്ങൾ മുൻകൂട്ടി അറിയാനോ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാനോ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. ഒരു കോർപ്പറേഷനിൽ ജലം ഏത് വഴിക്ക് പോകുന്നു, അത് എവിടെ ചെന്ന് ചേരുന്നു എന്ന് പോലും അറിയാത്ത ആളുകളായി അധികാരികൾ മാറിയിരിക്കുന്നു. ജലം തെക്കോട്ടാണോ വടക്കോട്ടാണോ ഒഴുകുന്നത്? ഇത്രയധികം കുടുംബങ്ങളുള്ള സ്ഥലത്ത് ഇടുങ്ങിയ വഴികളിൽ എത്രമാത്രം വെള്ളം വരാം? അതെങ്ങനെ പുഴയിലേക്ക് എത്താം, ഒഴുക്കി വിടാം എന്നുള്ള കണക്കൊന്നുമില്ല. ഇത് പലരും പറഞ്ഞു, ചെറിയ ഒരു ഓവുചാലേ ഉള്ളൂ, അതിന് ഈ വെള്ളം ഉൾക്കൊള്ളാൻ പറ്റില്ല, ഇത്ര കനയടി വരുന്ന വെള്ളം അവിടെ ഉൾക്കൊള്ളാൻ പറ്റില്ല, അത് ഒഴുകി പോവാനുള്ള ഇടമില്ല. ഇന്ന് മനോരമ പറയുന്ന കേട്ടു, മനോരമയുടെ ഓഫീസ് മുതൽ ആലപ്പുഴയിലേക്ക് സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടാണ്, റോഡ് പാടമായി കിടക്കുന്നു. നമ്മളെ മരുമോന് ഇവിടെ ഉണ്ടോ? പക്ഷേ ഇത് എല്ലാം നടക്കുമ്പോഴും മറ്റൊരു വെള്ളമടിയുടെ കാര്യം നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. 24x7 ആക്കിയാലോ എന്നുള്ള ആലോചനയാണ് മദ്യം. IT പാർക്കിലും മദ്യം വിളമ്പണം. IT പാർക്കിൽ വെള്ളം കയറിയൊന്നും അവരറിഞ്ഞിട്ടില്ല. എല്ലാത്തിന്റെ പേര് ടൂറിസം ഡെവലപ്മെന്റ് ആണ്. മരുമോഹന്റെ ഡിപ്പാർട്ട്മെന്റാണ് പോലും മദ്യം എങ്ങനെ ഒഴുക്കണം എന്ന് നിശ്ചയിക്കുന്നത്. എല്ലായിടത്തും വെള്ളമാണല്ലോ പ്രശ്നം, വെള്ളമടിയും പ്രശ്നമാണ്. നല്ല കാര്യം. 2 മന്ത്രിമാർ ആണയിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടെ, ഞങ്ങളൊന്നും ചിന്തിച്ചിട്ടില്ലേന്ന്. പക്ഷേ ചീഫ് സെക്രട്ടറി പറയുന്നു, എനിക്കറിയാട്ടോ, ഞാൻ ആലോചിച്ചിട്ടാണ് മീറ്റിംഗ് വിളിച്ചത്. സകല ടൂറിസ്റ്റുകാരെയും സകല കള്ളുകാരെയും ഒക്കെ വിളിച്ച് ഞങ്ങൾ ഈ ഡ്രൈ ഡേ എങ്ങനെ ഒഴിവാക്കണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. പക്ഷേ മന്ത്രിമാർക്ക് ഇതൊന്നും അറിഞ്ഞൂടെ കേട്ടോ. എന്ത് നല്ല ന്യായമല്ലേ? ഈ കേരള ദേശത്ത് മന്ത്രി പുങ്കവന്മാർക്ക് അവരുടെ കീഴിലുള്ള സെക്രട്ടറിമാരും ഡയറക്ടർമാരും ചെയ്യുന്ന കാര്യങ്ങൾ അറിയത്തില്ലെന്നേ. പാവങ്ങള്, പച്ചപ്പാവങ്ങള്. അബ്കാരിക്ക് മന്ത്രിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. PWD ഈ ടൂറിസ്റ്റ് മന്ത്രിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. പാവങ്ങളാ, ഒന്നും അറിയാതെ വെറുതെ ആളുകളുടെ ചീത്ത കേൾക്കുക. ഈ പ്രതിപക്ഷം ചേർന്നിട്ട് ചുമ്മാ കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവര് രണ്ടുപേരെയും. സങ്കടകരമാട്ടോ 2 മന്ത്രിമാരുടെ കാര്യം. അഭിനയമില്ലേ? മമ്മൂക്ക തോറ്റുപോകും. നാട്ടില് മുഴുവൻ വെള്ളം പൊങ്ങുന്നുണ്ടല്ലോ, എന്ന ആ കൂട്ടത്തിൽ കുറച്ച് വെള്ളം നമുക്കങ്ങോട്ട് പൊക്കിയാൽ എന്താന്നാ ചിന്ത.
എന്തൊരു ശുഷ്കാന്തിയാണെന്ന് ആലോചിക്കേ. 1-ാം തീയതി കൂടി തുറന്നു വെച്ച് 11 മണി എന്നുള്ളത് ഒരു 12 മണി വേണ്ടെന്നേ, 24/7 ആക്കുന്നേ. എന്തിനാപ്പൊ കുറയ്ക്കുന്നേ? ഏതായാലും വെള്ളം പൊങ്ങുകയാണ്. അപ്പൊ പിന്നെ എല്ലായിടത്തും അങ്ങോട്ട് പൊങ്ങട്ടെ. യൂണിവേഴ്സിറ്റിയിലും നമുക്കൊരു പബ് ആവാം, അല്ലേ? വേണമെങ്കിൽ ഡാൻസ് ബാറും ആവാം. എല്ലാ യൂണിവേഴ്സിറ്റിക്കും യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഒരു പബ്ബും ഒരു ഡാൻസ് ബാറൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ബെസ്റ്റല്ലേ? ഈ പിള്ളേര് കണ്ട ബാറിലൊക്കെ പോയി വെള്ളം അടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നതിനും നല്ലല്ലേ യൂണിവേഴ്സിറ്റിക്കകത്ത് തന്നെ വെള്ളം അടിച്ച് കിടക്കുന്നതല്ലേ കുറച്ചുകൂടി നല്ലത്? ഇപ്പോഴാണെങ്കിൽ LKG വരെ സ്റ്റാമ്പ് കിട്ടുന്ന പറയുന്നത്. എല്ലാവരും തിരക്കിലാണ്. ഇലക്ഷൻ കഴിഞ്ഞ് പണ്ട് പാവം 1 കോടിയുടെ പ്രശ്നത്തിനാണ് സെക്രട്ടേറിയറ്റ് ഇങ്ങനെ വളഞ്ഞിട്ട് തൂറി നശിപ്പിച്ചത്, ഓർമ്മയുണ്ടോ? സഹാക്കന്മാരെല്ലാം കൂടി പിന്നെ ഒത്തുതീർപ്പാക്കിയത് എന്തായിരുന്നു? 1 കോടി കോഴയുടെ കാര്യം. ഇപ്പൊ 20 കോടി കോഴ വന്നപ്പോഴോ ആരുമില്ല. അതൊന്നും സംഭവിച്ചിട്ടേ ഇല്ല, ആലോചിച്ചിട്ടേ ഇല്ല, ഇനിയിട്ടും ആലോചിക്കാൻ പോകുന്നേ ഇല്ല. വെറുതെ ഞങ്ങളെ എന്തിനാ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ളതാണ് മന്ത്രിയുടെ. നമ്മുടെ വലിയ മൂപ്പരുടെ നാവ് ഇതുവരെ അനങ്ങിയിട്ടില്ല. അത് അവസാനേ അനങ്ങുള്ളൂ. വലിയ മൂപ്പരിപ്പം മിണ്ടാതിരിക്കുക. ടൂറൊക്കെ പോയി വന്ന് കറങ്ങി വന്നിട്ട് ആ ക്ഷീണം തീർത്തുകൊണ്ടിരിക്കുക വലിയ മൂപ്പര് വൈലാളി. ഇവിടെ വെള്ളം കയറുന്നതോ മനുഷ്യര് വെള്ളം കുടിക്കുന്നതോ ഒന്നുമല്ല പ്രശ്നം. ഈ കലക്ക് വെള്ളത്തിനിടയിൽ എങ്ങനെ മീൻ പിടിക്കാൻ പറ്റുക എന്നുള്ളതാണ് പ്രശ്നം. അവർക്ക് മഴക്കാലം വരുന്നതിന് മുമ്പ് ഓടം നന്നാക്കാനോ വഴി നന്നാക്കാനോ അത്തരം പ്രശ്നങ്ങളിലേക്ക് ഇടപെടാനോ സമയമല്ല. പിന്നെയോ ഡ്രൈഡേ എങ്ങനെ ഒഴിവാക്കാം, എത്ര മണിക്കൂർ കൂട്ടാം എന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനയാണ്. അതിൻ്റെ ഇടയിൽ ഈ ചികിള് കേസ്, ഈ ഓവുചാല് നന്നാക്കാനൊക്കെ ചികിള് കേസല്ലേ? എന്തിനാണ് വെറുതെ അതിന്റെ പുറകെ പോകുന്നത്? പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എത്ര അനുഭവിച്ചാലും മതിയാവില്ല, മനസ്സിലാവില്ല. അവനവൻ നിൽക്കുന്ന ഭൂമി, ആ ഭൂമിയിലേക്ക് എപ്പോഴാണ് വെള്ളം ഇരച്ചു കയറി വരിക എന്നറിയാത്തവരല്ല ഇവിടുത്തെ വോട്ട് ദായകർ. കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാം. കൃത്യമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞാലും 5 കൊല്ലം കൂടുമ്പോ ചടങ്ങ് പോലെ ഇടതിനും വലതിനും മാറി മാറി കുത്തി അനുഭവിച്ച് പഠിച്ചു വെള്ളം കയറിയാൽ നെട്ടോട്ട് ഓടുക. നോക്കും, നെരിയാണി വരെ മുങ്ങി, മുട്ടുവരെ മുങ്ങുമ്പോഴത്തേക്കും കട്ടില് പൊന്തിച്ചു, ഫ്രിഡ്ജ് പൊന്തിച്ചു, വാഷിംഗ് മെഷീൻ പൊന്തിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പൊന്തിക്കാൻ ഇടയില്ലാണ്ടാവുമ്പോ നീന്തി എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടുക. ഇത് കുറെ കാലമായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വലിയ ദുരന്തം വന്നു. നമ്മുടെ വലിയ വെള്ളപ്പൊക്കം വന്നപ്പോഴാണ് നമ്മുടെ മുതലാളി അങ്ങ് വിദേശത്തേക്ക് പോയിട്ട് കംപ്ലീറ്റ് പഠിച്ച് കലക്കി. ഇതാ ഇവിടെ ഇപ്പൊ റൂം ഫോർ റിവർ ഒന്നും വേണ്ടായിരുന്നു, റൂം ഫോർ റിവർ ഒന്നും വേണ്ടായിരുന്നു. നമ്മുടെ ഒരു നായകന്റെ അമ്മ പോയ മാതിരി വട്ടളം, ഒരു വീടിനൊരു വട്ടളമെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് വട്ടളത്തിൽ കയറി തുഴഞ്ഞു പോകാമായിരുന്നു വീട്ടുകാർക്ക്. ഒരു വീടിനൊരു വട്ടളം എന്നൊരു പദ്ധതി അത്രയെങ്കിലും കൊണ്ടുവരാമായിരുന്നു സർക്കാർ. മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. മഴ അങ്ങ് കനക്കാൻ പോവുക, കനക്ക് ഉറപ്പാ. ഇപ്രാവശ്യം മഴ
കാര്യമായിട്ട് കനക്കുക തന്നെ ചെയ്യും. കാരണം അത്രയും ചൂട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ശാസ്ത്രീയമായിട്ടും ശാസ്ത്രവും പറഞ്ഞു മഴ കനക്കും, മഴ കനത്ത് കഴിഞ്ഞാൽ നല്ല കിട്ടല് കിട്ടും എന്ന് പറഞ്ഞു. പക്ഷെ കേൾക്കേണ്ടവർ കേട്ടില്ല. അവരുടെയൊക്കെ ചെവിയിൽ ഈയമുരുക്കി ഒഴിച്ചിരിക്കുകയാണ് ഇവിടുത്തെ സുഡാപ്പികളും ബാക്കി സംഘികളും എല്ലാം കയറിയിട്ട്. ഒന്നും കേൾക്കാൻ പറ്റില്ല. കാരണം ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിനിടയിൽ ജനങ്ങളുടെ ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടി പ്രതിപക്ഷവും എല്ലാവരും കൂടി ചേർന്നിട്ട് ഭരണകൂടത്തിന്റെ ചെവിയിൽ ഈയമുരുക്കി ഒഴിച്ചിരിക്കുകയാണ്. വർഗീയത കേൾക്കേണ്ടത് കേൾക്കാൻ അവർക്ക് കാതുകളില്ല, കാണേണ്ടത് കാണാൻ കണ്ണുകളുമില്ല. കണ്ണടകൾ വേണം. അവരെ കണ്ണ് എപ്പോഴും ചെന്ന് നിൽക്കുന്നത് അമ്പലത്തിൽ പോയ ഭണ്ഡാരത്തിലേക്ക് കണിയല്ലോ. ഇപ്പൊ ബാറുകാരുടെ പോക്കറ്റിലേക്കാണ് കണ്ണി എന്നത് കഴിഞ്ഞ ആഴ്ചയിൽ. കേരളം 6 മാസം മഴ പെയ്യുന്ന ഭൂമികയാണെന്ന് എല്ലാവർക്കും അറിയാം. 6 മാസം മഴയും 6 മാസം വെയിലുമാണ് നമ്മുടെ പ്രകൃതി. അങ്ങനെ ധാരാളം മഴ പെയ്യുന്ന പ്രകൃതിയിൽ മനുഷ്യ ജീവിതത്തിന് ഉതകും വിധം മുൻകൂട്ടി പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് നല്ലൊരു സർക്കാരിന്റെ ലക്ഷണം. ഇന്ന് വരെ മഴ വെള്ളം പൊന്തിക്കഴിയുമ്പോഴാണ് ഈ ഓട ക്ലീൻ ചെയ്യാൻ വരിക. അതുവരെ ഓട ക്ലീൻ ചെയ്യില്ല. മഴവെള്ളം പൊന്തണം, ആളുകൾ അതിൽ മുങ്ങി തുടങ്ങണം, മുങ്ങി മരിച്ചു തുടങ്ങണം. അപ്പോഴേ മാത്രമേ ഹെലികോപ്റ്റർ വന്നതെല്ലാം ദർശിക്കുകയുള്ളൂ. അപ്പോഴേ JCB ഇറങ്ങുള്ളൂ. അതുവരെയും JCB ഇറങ്ങില്ല. 1980കളിൽ ഒരു പഠനം ഉണ്ടായിരുന്നു കൊച്ചിയെക്കുറിച്ച്. കൊച്ചിയിൽ ബ്രിട്ടീഷുകാർ പണിത ഓടകൾ, ഡ്രെയിനേജ്, അതിന്റെ മുകളിലൊക്കെ ഇന്ന് 10-40 നിലയുള്ള ബിൽഡിംഗ് വന്നിരിക്കുന്നു. അത് ബ്ലോക്കായാൽ ബ്ലോക്ക് തന്നെ. അന്ന് ശാസ്ത്രജ്ഞർ പറഞ്ഞു കൊച്ചി ഒരു കാലത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരിടമായി മാറും. ഏകദേശം അങ്ങോട്ട് വന്നിരിക്കും. കൊച്ചി ജീവിക്കാൻ പറ്റാത്ത ഇടമായി മാറും എന്ന് മുൻകൂട്ടി 80കളിൽ തന്നെ ഒരു കണക്കെടുപ്പുണ്ടായിരുന്നു. കൊച്ചിയുടെ വളർച്ച അങ്ങനെയാണ്. കൊച്ചി ഇനി ആലോചിച്ചാൽ പോലും കൊച്ചിയുടെ ജലം ഒഴുക്കി വിടാനുള്ള ഇടങ്ങളില്ല. തോടുകളിലൊക്കെ വലിയ വലിയ മുതലാളിമാര് തോട് കയ്യേറി വലിയ വലിയ ബിൽഡിംഗ് വെച്ചു, സൂപ്പർ മാർക്കറ്റ് വെച്ചു. നമ്മളൊക്കെ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്തൊക്കെ പത്രത്തിന്റെ ഒരു കോണില് ആരും അറിയാത്ത വാർത്തയാക്കി പത്രക്കാര് അടിച്ച് വിട്ടു. തോട് കയ്യേറി മുതലാളിമാര്, ആ മുതലാളിമാർക്ക് ഇന്ന് സർക്കാരിന്റെ വലം കൈകളാണ്. തോട് കയ്യേറിയവര് തോട് കയ്യേറി ഫ്ളാറ്റ് വെച്ചു. ഉള്ള തോടൊക്കെ ഇടുങ്ങിപ്പോയി കൊച്ചിയിലെ. ഇപ്പൊ എന്താ ചെയ്യാ? എങ്ങോട്ടായി വെള്ളം വിടുക? ആലപ്പുഴയുടെ കാര്യം അതിനേക്കാളും കഷ്ടമാണ്. കടൽ നിരപ്പിൽ നിന്ന് താഴെയാണ് ആലപ്പുഴ പലയിടങ്ങളും. കുട്ടനാട് വേറെ. മലയോരങ്ങളിൽ പെയ്യുന്ന മഴ വെള്ളം മുഴുവനും വന്ന് ചേരുന്നത് കുട്ടനാട്ടിലേക്കാണ്. അവിടുത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി പറയാൻ വയ്യ. നമ്മുടെ റോഡുകൾ വന്നപ്പോൾ, പലതും ഹൈവേകൾ വന്നപ്പോ ജലം എങ്ങനെ ഒഴുകിപ്പോകും എന്ന് ചിന്തിച്ചിട്ടില്ല. അതിനുള്ള മാർഗരേഖ ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് ആലപ്പുഴയുടെ പല ഭാഗത്തും വെള്ളം ഒഴുകിപ്പോവാതെ അവിടെ തന്നെ കിടക്കുകയാണ്. ഒരു പ്രീ പ്ലാനിങ്ങും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു സാധാരണ ഒരു സർക്കാരിന്
ഒരു ബേഡ്സ് ഐ വേണം. ആകാശത്തു നിന്ന് കാര്യങ്ങൾ കാണാൻ കഴിയണം. ഒരു നഗരത്തിന്റെ പ്രകൃതിയെക്കുറിച്ച് ആകാശത്തുനിന്ന് കോണ്ടൂർ ചെയ്യണം. കോണ്ടൂർ ചെയ്താലേ എവിടേക്ക് എങ്ങനെ എന്ന് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇടമുണ്ടോ ഇനി വെള്ളം ഒഴുകി പോകാൻ, എങ്ങോട്ടാണ് പോകേണ്ടത്, എന്ത് ചിന്തിക്കാനുള്ള, മുൻകൂട്ടി കാണാനുള്ള ഒരു വീക്ഷണം വേണം. ഇന്നുവരെ പണ്ടൊക്കെ ഇടതുപക്ഷ സർക്കാരിന്റെ കൂടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തുണ്ടായിരുന്നു. ഇങ്ങനെയാണ് വയനാട്ടിലേക്ക് വനം വെട്ടിനെതിരെ ശബ്ദമുയർത്തുകയും കുറെയൊക്കെ അന്ന് പിടിച്ചെടുത്ത. ഇപ്പൊ അതും പോയി. ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഇല്ല, പ്രകൃതി സ്നേഹികളും ഇല്ല, ആരും ഇല്ലാത്ത അനാഥമായിട്ടുള്ള ഒരിടമായി കേരളം മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ മൊത്തം മത്സ്യങ്ങളുടെ അധോഗതിയായിരുന്നു. ഇനി മനുഷ്യരുടെ അധോഗതിയാണ്. മത്സ്യങ്ങളുടെ അധോഗതി എന്ന് പറഞ്ഞാൽ ശ്വാസം കിട്ടാതെ മത്സ്യങ്ങളെല്ലാം മരിച്ചു. ഒന്നോ രണ്ടല്ല, കോടിക്കണക്കിന് മത്സ്യങ്ങൾ ചത്തുപൊങ്ങി പെരിയാറിൽ. അവിടെയും സർക്കാരിന്റെ വകുപ്പുകൾ ഇല്ല, അവിടേക്ക് വിഷം വന്നിട്ടില്ല. ബണ്ട് പൊട്ടിച്ചതാ കാരണം. നല്ല വെള്ളം പെട്ടെന്ന് വന്നപ്പോൾ മീനുകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് മീൻ ചത്തതാ. ചിലര് പറഞ്ഞ് മീൻ ഈ രാജ്യത്ത് നിന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാം എന്ന് കരുതി മീനുകൾ ആത്മഹത്യ ചെയ്തതാണ് എന്ന് പോലും പറയാതിരുന്നിട്ടില്ല. അങ്ങനെയും കേൾക്കുന്നിട്ടൊരു ശ്രുതി. പെരിയാറിൽ ജീവിച്ച് മടുത്തത് കൊണ്ട് മത്സ്യങ്ങളെല്ലാം കൂടി ചേർന്ന് ആത്മഹത്യ ചെയ്തതാണ്. അങ്ങനെ റിപ്പോർട്ട് ഉടനെ വരും. വരാതിരിക്കില്ല, റിപ്പോർട്ടുകൾ വരും. മത്സ്യങ്ങൾ ജീവനെടുക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് മത്സ്യങ്ങൾ കയറി ചെന്ന് പല ഫാക്ടറികളുടെ ബണ്ടുകളും തകർത്ത് മത്സ്യങ്ങൾ ഈ വിഷദ്രാവകം പുഴയിലേക്ക് കടത്തിവിട്ട് ആത്മഹത്യ ചെയ്തു. അങ്ങനെയും വരും. ഇപ്പൊ സർക്കാർ സംവിധാനങ്ങൾ മഴയുടെ അളവെടുക്കുന്ന തിരക്കിലാണ്. എളുപ്പമുള്ള പണിയാണല്ലോ. ഒരു മാപിനി, ഒരു മഴ മാപിനി കൊണ്ടുപോയി ബിൽഡിങ്ങിന്റെ മുകളിൽ എവിടെയും വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുന്നത്. എന്നിട്ട് പറയാം മില്ലിമീറ്റർ, ഇത്ര മില്ലിമീറ്റർ പെട്ടെന്ന് പെയ്തതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അല്ലാതെ ജലം ഒഴുകിപ്പോകാൻ ഇടമില്ലാത്തതുകൊണ്ടോ ഓവുചാലില്ലാത്തതുകൊണ്ടോ ഒന്നല്ല. ഇത് മൊത്തം ഒരു പക്ഷേ കേന്ദ്രത്തിന്റെ, ഇവിടെ ആരോ പറയുന്നത് കേട്ടു, കേന്ദ്രത്തിന്റെ കുബുദ്ധിയായിരിക്കും ഇങ്ങോട്ട് മഴമേഘങ്ങളെ കടത്തിവിട്ടത്. പണ്ട് ഇവിടുന്ന് നമ്മുടെ ഇടതുപക്ഷത്തെ ഒരു MLA പറഞ്ഞുകൊണ്ടല്ലോ, ഇവിടുന്ന് മേഘങ്ങൾ കൊണ്ടുപോയി ജപ്പാനിലേക്ക് കടത്തിക്കൊണ്ടുപോയി ജപ്പാനിൽ മഴ പെയ്യിക്കുകയാണെന്ന്. ഇപ്പൊ ദുബായിലൊക്കെ മഴ പെട്ടെന്ന് പെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത് അവർക്ക് അങ്ങനെ മഴയില്ലാത്തത് കാരണം അവർക്ക് ധാരണയില്ല. പക്ഷെ കേരളം ദുബായ് അല്ല എന്നോർക്കണം, മഴ പെയ്യും. ഞാനൊക്കെ ജീവിച്ചത് വയനാട്ടിലാണ്. 365 ദിവസവും മഴ കിട്ടിക്കൊണ്ടിരുന്ന ഇടത്താണ് ഞാനൊക്കെ ജീവിച്ചിരുന്നത്. അവിടെ ഇപ്പോ ഏറ്റവും കൂടുതൽ ദുരന്തം ഉണ്ടാകുന്ന സ്ഥലമാണ് വയനാട്. ഇവിടെയും ചുമ്മാ കുറെ ഡാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു കാരാപ്പുഴ ഡാമുണ്ട്. എന്തിനുണ്ടാക്കിയാന്ന് ഉണ്ടാക്കിയവർക്കറിയില്ല, ഉണ്ടാക്കിയ സർക്കാരിനറിയില്ല, ജനങ്ങൾക്കും അറിയില്ല എന്തിനാണ് അവിടെ ഉണ്ടാക്കി. 12,000 മനുഷ്യരെ അവിടെ നിന്ന് പറിച്ചു നട്ടു, എങ്ങോട്ടൊക്കെയോ പറിച്ചു നട്ടു കാരാപ്പുഴ. എന്തിനുണ്ടാക്കിയതാന്ന് ഇന്ന് വയനാട്ടിലെ ജനങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇപ്പൊ ആകെയുള്ളത് റിസോർട്ട് വ്യവസായം ഉണ്ട് അവിടെ, റിസോർട്ട്. അല്ലാതെ ജലം ഉണ്ട്, അവർക്ക് 10 പൈസയുടെ ഉപകാരമില്ല. വയനാട്ടിൽ അങ്ങനെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഡാം തുറന്നു വിട്ടിട്ട് പനമരം വരെ മുങ്ങിപ്പോയി. പനമരവും ഏകദേശം അങ്ങ് പുൽപ്പള്ളി വരെയും വെള്ളം എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് മഴ 2-3 ദിവസമായി മഴ തുടങ്ങിയപ്പോൾ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ കർക്കിടകം വരാനിരിക്കുകയാണ്. എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ചാൽ നല്ലത്.
ഓണത്തിന് മുമ്പ് എന്തൊക്കെ സംഭവിക്കുമെന്ന് മുൻകൂട്ടി പറയാൻ പറ്റില്ല. പക്ഷെ അതിനു മുമ്പ് ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടത് ഈ വെള്ളക്കെട്ടിന്റെയോ ഈ വെള്ളപ്പൊക്കത്തിന്റെയോ മനുഷ്യനെ ലഭിക്കുന്ന ദുരന്തത്തിന്റെയോ അല്ല, നമുക്ക് ഡ്രൈ ഡേയുടെ കാര്യത്തിലാണ് തീരുമാനം പെട്ടെന്നുണ്ടാക്കേണ്ടത്. ഡ്രൈ ഡേയുടെ കാര്യത്തിലും അതേപോലത്തെ ഈ വെള്ളം ഇങ്ങനെ പൊന്തി വരുമ്പോൾ വെള്ളമടിക്കാനുള്ള സൗകര്യം ജനങ്ങൾക്ക് ഉണ്ടാക്കണ്ടേ? വെള്ളേന ശാന്തി എന്ന് പറയണ്ടേ? ഉഷ്ണേന ശാന്തി എന്ന് കേട്ടിട്ടുണ്ട്. അതേപോലെ വെള്ളേന ശാന്തി എന്ന് പറയണ്ടേ? വെള്ളത്തിൽ മുങ്ങി ബുദ്ധിമുട്ടുന്നവന് വെള്ളമടിക്കാനുള്ള സൗകര്യം രാത്രി 12 മണി വരെയോ 1 മണി വരെയോ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും മനുഷ്യര് ശ്രദ്ധിക്കുക. അവനവന്റെ ജീവനും അവനവന്റെ കുടുംബത്തെയും സംരക്ഷിക്കാൻ അവനവൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഒരാളും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിക്കോളൂ. സർക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടും. സർക്കാരിന് വെള്ളം കുടിച്ചു പറ്റിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയും. അപ്പോ ഞാനിന്ന് നോക്കിയപ്പോൾ തിരുവനന്തപുരത്തെ ജഗതി, ഞാൻ ഒരുപാട് കാലം ജീവിച്ച സ്ഥലം. അവിടെയൊന്നും ഞാൻ വെള്ളപ്പൊക്കം കണ്ടിട്ടില്ല. അവിടെയും പൊങ്ങിയെന്നാണ് പറഞ്ഞത്. ജഗതിയിലും വെള്ളം പൊങ്ങി. ഇനി പൊങ്ങാൻ എവിടെയാ ബാക്കി എന്നുള്ളതാണ്. എല്ലായിടത്തും പൊങ്ങും. കാരണം നമ്മുടെ കൺസ്ട്രക്ഷൻ രീതിയും നമ്മുടെ റോഡ് നിർമ്മാണ രീതിയും അങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാഴ്ചപ്പാടില്ലാത്ത വികസനമാണ് കേരളത്തിന്റെ വികസനം. നമുക്ക് 3 വിഭാഗങ്ങളായിട്ട് നമ്മുടെ ഭൂമിയെ തിരിക്കാം. മലയോര പ്രദേശങ്ങൾ, കടലോര പ്രദേശങ്ങൾ, പിന്നെ മധ്യത്തിലുള്ള ഒരു ചെറിയ ഇടം. ഇത്രയേ ഉള്ളൂ കേരളത്തിന്. മുകളിൽ നിന്ന് താഴോട്ട് എല്ലായിടത്തും ജലം വരും. ആ ജലത്തെ ഏറ്റുവാങ്ങാൻ നമ്മുടെ ചെറു നഗരങ്ങൾക്കോ നമ്മുടെ പട്ടണങ്ങൾക്കോ ശേഷിയില്ലാതെ വന്നിട്ടുണ്ട്. മുകളിൽ നിന്ന് വരുന്ന വെള്ളത്തെ നമുക്ക് തടഞ്ഞു നിർത്താനും കഴിയില്ല. നമ്മുടെ അവസ്ഥ അതാണ്. അപ്പൊ നഗരങ്ങൾ മുകളിൽ നിന്ന് വരുന്ന ജലത്തെ പോലും നഗരങ്ങൾ ഏറ്റുവാങ്ങേണ്ടുന്ന അവസ്ഥയുണ്ടെന്ന്. കാരണം അത് ഒഴുകിപ്പോകേണ്ട ഇടങ്ങളെല്ലാം ഈ നഗരപാതയിലൂടെയാണ്. അപ്പൊ ഈ നഗരപാതയിൽ നിന്ന് കടലിലേക്ക് എത്തേണ്ടുന്ന എല്ലായിടങ്ങളും അടഞ്ഞു കിടക്കുകയാണെങ്കിൽ ഈ ഉയർന്ന പ്രദേശത്ത് നിന്ന് വെള്ളം മുഴുവനും നഗരങ്ങളെ മുക്കിക്കളയും. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. കൊല്ലം മുങ്ങിത്തുടങ്ങി, ആലപ്പുഴ മുങ്ങിത്തുടങ്ങി, കൊച്ചി, തൃശ്ശൂരിലും ഒരൊറ്റ ദിവസം കൊണ്ട് ഓടയടയ്ക്കാത്ത കാരണം ഒരു ആശുപത്രി തന്നെ മുങ്ങിപ്പോയി. കോഴിക്കോടും മുങ്ങും. മുങ്ങാത്ത നഗരമേത് എന്ന് ചോദിച്ചാൽ ഇന്ന് കേരളത്തിൽ മുങ്ങാത്ത നഗരമില്ല എന്ന് വേണമെങ്കിൽ പറയാം. മുങ്ങാത്ത നഗരമില്ല നമുക്ക്. അത്ര കണ്ട് മോശമായ പ്ലാനിംഗ് ആണ് കേരളത്തിന്റെ വിവിധ സർക്കാരുകളായിട്ട് ചെയ്തു വച്ചിരിക്കുന്ന ഡെവലപ്മെന്റ്. നഗരത്തിന്റെ ജലം അങ്ങനെ പോകുന്നു. അപ്പോ മഴയായി, മഴക്കാലമാണ്, എല്ലാവരും സൂക്ഷിക്കുക. ഇനി ഈ മഴക്കാലം സംബന്ധിച്ച് ഇനി അടുത്ത ഒരു കുരിശുകൂടി പറയാതെ വയ്യല്ലോ. ഇന്ന് കോഴി തിന്ന് ഒരാൾ മരിച്ചു. മന്തി, അതുകൊണ്ട് പറയാൻ നിർത്താം. മന്തി തിന്ന് ഒരാൾ മരിച്ചു. മന്തി തിന്ന് ഇന്നല്ല മരിക്കുന്നത്, നേരത്തെയും മന്തി തിന്ന് മരിച്ചിട്ടുണ്ട്. ഷവർമ തിന്ന് ശവമായിട്ടുണ്ട്. ഒക്കെ ഉണ്ട്. ഇന്ന് പറയുന്നു ആ ഹോട്ടലിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതിവിടെ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. ചിലര് പറയുന്നു ചിക്കൻ കഴിച്ചിട്ടല്ല അസ്വസ്ഥത ഉണ്ടായത്,
മയോണിമസ് കഴിച്ചിട്ടാണ് ഉണ്ടായത്. ചിലർ പറഞ്ഞു അതല്ല, ചിക്കൻ കഴിച്ചവർക്കും ഉണ്ട്. എന്തായാലും കഴിച്ചവർക്കൊക്കെ കിട്ടേണ്ടത് കിട്ടി. ഇനിയിപ്പോ നടന്ന് കുറെ ഹോട്ടൽ നോക്കും, കുറച്ച് പഴയ സാധനങ്ങൾ പിടിക്കും, എല്ലാം ശുഭപരിവസ്ഥയായിട്ട് ഒരൊറ്റ ആഴ്ച കൊണ്ട് തീരും. അപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിലും മഴക്കാലാണ്, ഇന്നെല്ലാവരും ശ്രദ്ധിച്ചാൽ കൊള്ളാട്ടോ. ഈ ചീഞ്ഞ ചിക്കനും ഒക്കെ എടുത്ത് തിന്ന് അതിലും ബുദ്ധിമുട്ടുണ്ടാവരുത്. ഇതൊക്കെ ഒരു പൂർവ്വ മഴക്കാല ഉപദേശങ്ങളായിട്ട് കണക്കാക്കിയാൽ മതി. ശ്രദ്ധിക്കുക. പിന്നെ കേട്ടത്, അതിന്റെ കൂടെ കേട്ടത്, ഇന്ന് കേട്ട അടുത്ത വർത്തമാനം, പോലീസ് ഏമാന്മാര് പോയിട്ട് ഗുണ്ടയുടെ വീട്ടിൽ പോയിട്ട് ഇഷ്ടം പോലെ തിന്നുന്നു. പോലീസ് പിന്നെ ഗുണ്ടകളുടെ കൂടെ അല്ലാതെ പിന്നെ നാട്ടുകാരുടെ കൂടെ നിൽക്കണോ? എന്തായി പറയുന്നേ? പോലീസ് ജനങ്ങളുടെ കൂടെ നിൽക്കണം എന്ത് വിട്ടിത്താ പറയുന്നത്? പോലീസ് ഗുണ്ടകളുടെ കൂടെ നിന്ന് ഗുണ്ടകളുടെ ഭക്ഷണമൊക്കെ കഴിച്ച് ഗുണ്ടകൾ വാങ്ങിത്തരുന്ന ഉണ്ടംപൊരി തിന്ന് ആ ഗുണ്ടകളുടെ കാലൊക്കെ ഒന്ന് തിരുമി ഇങ്ങനെ നിൽക്കണ്ടേ? എന്നാലല്ലേ നന്നാവുള്ളൂ. രാജ്യം നന്നാവുന്നത് അങ്ങനെയാ. ഗുണ്ടകൾ ഭരിക്കുമ്പോ ഗുണ്ടകളുടെ പോലീസായിട്ട് പോലീസ് മാറണം. അടക്കി പറഞ്ഞാൽ പോലീസുകാർക്ക് വിഷമുണ്ടാവും. എന്നാ പറയാതിരിക്കാൻ പറ്റുമോ നമുക്ക്? നല്ല പോലീസുകാരെ ക്ഷമിക്കുക. ഗുണ്ട പോലീസുകാർക്ക് ഇപ്പോ താൽക്കാലിക സസ്പെൻഷൻ കിട്ടി, പേടിക്കണ്ട, 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് ബെസ്റ്റ് പോലീസ് എന്നുള്ള ബഹുമതി കൂടി കൊടുക്കാം. എങ്ങനെയുണ്ട്? കേരളം ഗുണ്ടകളുടെ നാടായി മാറി. എവിടെ നോക്കിയാലും ഗുണ്ടകള്. ഗുണ്ട പോലുള്ള സിനിമകളൊക്കെ വന്നാൽ ഗുണ്ടകളുണ്ടാവും. ഇന്നലെ ഒരു അച്ഛൻ പറഞ്ഞു, ഇപ്പൊ എന്തോ ഒരു സിനിമ ഇറങ്ങിയിട്ട് പോയിട്ടുന്ന ആവേശം ഒക്കെ, ആവേശം കണ്ടാൽ തല്ലാൻ തോന്നുന്നു, വെള്ളടിക്കാൻ തോന്നുന്നു. സത്യമാണിപ്പോ. അത് വേറെ വിശേഷമായിട്ട് പറയാത്തതാ, ചുമ്മാ പറയുന്നതെന്നുള്ളൂ. കേരളത്തില് ഒരിക്കലും ഉണ്ടാവാത്ത വിധം ഗുണ്ടാ വിളയാട്ടം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ലഹരിയുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. കേരളത്തിന്റെ ലഹരി ഉപയോഗം ഇന്ന് അമേരിക്കൻ നാടുകളെപ്പോലും നാണിപ്പിക്കുന്ന വിധത്തിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ചോദിച്ചാൽ, നമ്മുടെ സിനിമയൊക്കെ തന്നെയാണ് അങ്ങനെ വരുത്തുന്നത്. അതിങ്ങനെ കഞ്ചാവെടുത്ത് ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇങ്ങനെ വലിക്കുക, എന്നിട്ട് അതിനെക്കുറിച്ച് നല്ല പാട്ട് പാടുക. ഈ സിനിമയിൽ കഞ്ചാവ് വലിക്കുന്ന അല്ലെങ്കിൽ ഈ ചരസ് ഉപയോഗിക്കുന്നത്, ലഹരി ഉപയോഗിക്കുന്നതൊക്കെ സീന് ഉൾപ്പെടുത്തിയ ലക്ഷങ്ങൾ കിട്ടും പോലും. ഒന്നാലോചിച്ച് നോക്കൂ. ഇപ്പൊ സിനിമ മനുഷ്യനെ സ്വാധീനിക്കുമോ എന്ന് ഞാൻ വിഷയങ്ങൾ ഒരുപാട് വരിക. വെള്ളത്തിൽ തുടങ്ങി, വെള്ളാടി പറഞ്ഞു, ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു, ഇപ്പൊ ഞാന് ഗുണ്ടകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനൊക്കെ ബെൽബോട്ട് ഇട്ടത് ജയൻ ഇടുന്ന കണ്ടിട്ടാ സിനിമയില്. നമുക്ക് വെള്ളമടിക്കാൻ തോന്നിയത് എപ്പോഴാണ്? പണ്ട് ബാലകേ നായരൊക്കെ ഉള്ള സമയത്ത് ഈ റോക്ക് ആൻഡ് റോൾ പെണ്ണുങ്ങൾ വന്നിട്ട് ഇങ്ങനെയുള്ള ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ മദ്യം ഒഴിക്കുമ്പോൾ അതിങ്ങനെ പതഞ്ഞ് പൊന്തിയുമ്പോൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ കേപ്പിയുമ്പോഴൊക്കെ കുടിക്കുന്നത് കണ്ടപ്പോ ദൈവമേ, അതെപ്പോഴാണ് നമുക്ക് കുടിക്കാൻ പറ്റുക എന്ന് തോന്നിയിട്ടുണ്ട്. നമ്മള് മദ്യം, വസ്ത്രം, ഭക്ഷണം ഒക്കെ സിനിമയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മാറിയിട്ടുള്ളത്. എന്തിന്? ഹെയർ കട്ടിങ് പോലും, എങ്ങനെ മീശ വെക്കണം, എങ്ങനെ മുടി വെട്ടണം എന്നത് പോലും സിനിമ എന്ന് പറയുന്ന സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് വന്നത്. എങ്ങനെ സാരി ഉടുക്കണം, ഒരപേക്ഷയുണ്ട് സിനിമാക്കാരുടെ മൊത്തമായിട്ടാണ്. സിനിമയിൽ വർഗീയത ഉണ്ടെന്ന് പറഞ്ഞു.
സിനിമയിൽ ലഹരി ഉണ്ടെന്ന് പറഞ്ഞു. ഇത് രണ്ടും തന്നെ ഇവിടുത്തെ ചെറുപ്പക്കാരെ ഇല്ലാണ്ടാക്കുന്നതാണ്. ഒരു കാര്യം നടന്മാരൊക്കെ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ഉണ്ണുന്ന, നിങ്ങൾ സമ്പാദിക്കുന്ന പണത്തിൽ എന്തൊക്കെ പണമുണ്ടെന്നറിയാമോ? ഈ രാമസിംഹൻ 1 കിലോ 3 റോസസ് വാങ്ങിച്ചാൽ അതിന്റെ ഒരു അംശം മമ്മൂട്ടിയുടെ വീട്ടിലേക്ക് എത്തും. സംശയമുണ്ടോ? ഈ രാമസിംഹൻ ഒരു ഡ്രസ് എടുത്താൽ അതിന്റെ ഒരു വിഹിതം പൃഥ്വിരാജിന്റെ വീട്ടിലേക്ക് എത്തും. ഈ രാമസിംഹന്റെ കുടുംബം 1 പവൻ സ്വർണം മേടിച്ചാൽ അതിന്റെ വിഹിതം മോഹൻലാലിന്റെ വീട്ടിലേക്ക് എത്തും. നമ്മൾ അരി മേടിച്ചാൽ, തുണി മേടിച്ചാൽ, എണ്ണ മേടിച്ചാൽ, നല്ലെണ്ണ മേടിച്ചാൽ, എന്തിന് ചന്ദനത്തിരി മേടിച്ചാൽ, ഇങ്ങനെ ലോകത്ത് എന്തും നമ്മൾ മേടിച്ചാലും അതിന്റെ ഒരംശം ഇവിടത്തെ നടന്മാർക്കുള്ളതാ. അല്ലെന്ന് പറയാവൂ? സ്വർണവും വസ്ത്രവും എന്ത് മേടിച്ചാലും അതിന്റെ ഒരംശം ഇവിടത്തെ പ്രമുഖ നടന്മാർക്ക് കിട്ടുന്നുണ്ട്. ഈ രാജ്യത്തെ ഹിന്ദു വാങ്ങിച്ചാലും, മുസ്ലിം വാങ്ങിച്ചാലും, ക്രിസ്ത്യാനി വാങ്ങിച്ചാലും, ആര് വാങ്ങിച്ചാലും അതിന്റെ ഒരംശം ഇവിടത്തെ നടന്മാർക്ക് കിട്ടുന്നുണ്ട്. ആ നടന്മാർക്ക് കിട്ടുമ്പോൾ നടന്മാർ ആലോചിക്കണം, ഞാൻ സമ്പാദിക്കുന്ന പണം ഹിന്ദുവിൻ്റെതുണ്ട്, ക്രിസ്ത്യാനിയുടേതുണ്ട്, മുസൽമാന്റേതുണ്ട് എന്നാലോചിക്കണം. അതേപോലെ എല്ലാ കാര്യവും അറിയിക്കണം. അതുകൊണ്ട് എനിക്കൊരു ബാധ്യതയുണ്ട് സമൂഹത്തോട്. ഈ സമൂഹത്തിലെ ചെറുപ്പക്കാർ അവർ മദ്യപിച്ച് വളരാൻ പാടില്ല, അവർ ലഹരി ഉപയോഗിച്ച് വളരാൻ പാടില്ല, അവർ ഗുണ്ടായിസം കാണിച്ച് വളരാൻ പാടില്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ബാധ്യത എല്ലാ സ്റ്റാറുകൾക്കുമുണ്ട്. കാരണം ഞാൻ തിന്നുന്ന അരിയുടെ, ഞാൻ വാങ്ങുന്ന തുണിയുടെ, ഞാൻ വാങ്ങുന്ന സ്വർണത്തിന്റെ, ഞാൻ വാങ്ങുന്ന മസാലയുടെ, ഞാൻ വാങ്ങുന്ന സകലതിന്റെയും അംശം നിങ്ങളുടെ കുടുംബത്തിലേക്ക് എത്തുന്നുണ്ട്. പ്രിയപ്പെട്ട നടന്മാരെ, നടിമാരെ, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സമൂഹത്തോടൊരു കടപ്പാടുണ്ട്. ഈ സമൂഹം ചീത്തയായി പോകാതിരിക്കാൻ, ലഹരി ഉപയോഗിച്ച് ഇല്ലാതാവാതിരിക്കാൻ, ഗുണ്ടകളായി മാറാതിരിക്കാൻ, ജാതി മതം പറഞ്ഞ് വർഗീയമായി ചേരിതിരിയാതിരിക്കാൻ നിങ്ങൾ അഭിനയിക്കുന്ന സിനിമകൾക്കും നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾക്കും സ്വാധീനമുണ്ട്. അത് മമ്മൂട്ടിയും മനസ്സിലാക്കണം, മോഹൻലാലും മനസ്സിലാക്കണം, പൃഥ്വിരാജും മനസ്സിലാക്കണം. എല്ലാവരും മനസ്സിലാക്കിയാലേ നടക്കുകയുള്ളൂ. അതല്ലാതെ സുഡാപ്പി സിനിമ വേറെ, സംഗി സിനിമ വേറെ, ഈ അച്ചായൻ സിനിമ വേറെ എന്ന് പറഞ്ഞ് പരസ്പരം പോരടിച്ച് വർഗീയത ഉണ്ടാക്കി കിട്ടുന്ന അവസരത്തിൽ അവരെ കുത്തി ഇവരെ കുത്തി കഴിഞ്ഞാൽ സിനിമ ഉണ്ടാവില്ലട്ടോ. സിനിമയില്ലെങ്കിൽ അരിയുടെ വീതം നിങ്ങൾക്ക് കിട്ടില്ല, തുണിയുടെ വീതം നിങ്ങൾക്ക് കിട്ടില്ല, മസാലയുടെ വിഹിതം നിങ്ങൾക്ക് കിട്ടില്ല, അങ്ങനെ ഒന്നും കിട്ടില്ല. അതുകൊണ്ട് പൊതുസമൂഹം നിങ്ങളിൽ നിന്നും നല്ലത് പ്രതീക്ഷിക്കുന്നുണ്ട്, എന്നിൽ നിന്നും നല്ലത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു വശത്ത് വർഗീയത പറഞ്ഞാൽ മറുവശത്തും വർഗീയത പറയേണ്ടി വരും. നിങ്ങൾ ഒരു സമൂഹത്തെ ഇകഴ്ത്തിക്കാട്ടിയാൽ ആ സമൂഹം നിങ്ങളെയും ഇകഴ്ത്തിക്കാട്ടും. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അതേപോലെ തന്നെ സമൂഹം തമ്മാടികളാൽ നിറഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്കും നാളെ സ്വതന്ത്രമായി ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയില്ല. സമൂഹം ചീത്തയായാൽ ആ ചീത്തയുടെ അംശം എല്ലാവരും സഹിക്കേണ്ടി വരും. അപ്പൊ ഞാൻ മഴയെന്ന് തുടങ്ങി, സിനിമയും സിനിമയുടെ ലഹരിയും സിനിമയുടെ ഗുണ്ടായിസം വരെ എത്തി. ഇതൊക്കെ ഇന്ന് വിഷയമാണ്. ഇതിന്റെ ഓരോ വിഷയങ്ങളും നമുക്കെടുത്ത്
കൃത്യമായിട്ട് പറയാം. എല്ലാവർക്കും സന്തോഷം. യൂത്ത് നത്തിങ് ഡൂയിങ് സർ, നോ യൂത്ത് വിൽ ഒബേ. യൂത്ത് ഒബേ ചെയ്യണമെങ്കിൽ അവർക്ക് മാതൃക വേണം. യഥോ രാജ തഥോ പ്രജ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യഥോ രാജ തഥോ പ്രജ എന്ന് പറയുന്നത്. രാജാവ് കട്ടുപിടിച്ചാൽ പ്രജകളും കട്ടുപിടിക്കും. ഏത് യൂത്തിനും പിന്തുടരാൻ പറ്റുന്ന ഐക്കോണുകൾ ഉണ്ടാവണം, നല്ല മാർഗങ്ങൾ ഉണ്ടാവണം, മാർഗനിർദ്ദേശകരുണ്ടാവണം. ബോംബുണ്ടാക്കി പൊട്ടി ചിതറുന്നവനെ, സ്വന്തമായിട്ട് ബോംബുണ്ടാക്കി പൊട്ടി ചിതറുന്നവന് സ്മാരകം പണിതാൽ നാളെ ബോംബുണ്ടാക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ടാവും. ഞാൻ പൊട്ടി മരിച്ചാലും എനിക്ക് സ്മാരകമുണ്ടാവും, എന്നെ ആൾക്കാർ ഓർമ്മിക്കപ്പെടും. അതേസമയത്ത് നിങ്ങളൊരു സേവന പ്രവർത്തനം നടത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഓർമ്മിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്മാരകം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ബോംബുണ്ടാക്കി പൊട്ടി മരിച്ചാൽ സ്മാരകമുണ്ടാവുമെന്ന് ഉറപ്പ് വന്നാൽ കുട്ടികൾ ബോംബുണ്ടാക്കാൻ തുടങ്ങും. അത് നല്ലതാണോ? കുട്ടികൾക്ക് മാതൃക, ചെറുപ്പക്കാർക്ക് മാതൃക ഇല്ലെങ്കിൽ ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോകും. ഒരു ധർമ്മബോധമുണ്ടാവണം. അതേത് മതത്തിലാണെങ്കിലും ഉണ്ടാവണം. ക്രിസ്ത്യാനിയാണെങ്കിലും ഉണ്ടാവണം, രാഷ്ട്രീയ പാർട്ടികളിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ധർമ്മത്തിന്റെ വഴിക്ക് ആളുകൾ ചലിക്കുള്ളൂ. ഞാൻ എന്റെ മതം, എന്റെ ആശയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിട്ട് വരും. സമൂഹത്തിന് കുട്ടികൾ ലഹരി ഉപയോഗിക്കാതിരിക്കണമെങ്കിൽ ലഹരി മാന്യവൽക്കരിക്കപ്പെടാതിരിക്കണം. ഇപ്പൊ ലഹരിക്കൊരു മാന്യത കൽപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾ അങ്ങനെ ശ്രമിക്കുന്നുണ്ട്, ലഹരിക്ക് ഒരു മാന്യത നൽകുന്നതായിട്ട്. എനിക്കറിയില്ല ഗോപാലകൃഷ്ണ, സോഷ്യൽ മീഡിയയിൽ മമ്മൂക്കയെ കുറിച്ച് ബാഡ് ന്യൂസുകൾ കേൾക്കുന്നത്. വിതച്ചാൽ വിതയ്ക്കുന്നത് കൊയ്യൂ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമില്ല. പക്ഷേ അദ്ദേഹം ചെയ്ത ചില കാര്യങ്ങൾ മറ്റുള്ള അദ്ദേഹത്തിന്റെ വിഭാഗം തന്നെയാണ് വിളിച്ചു പറഞ്ഞത്. അത് ഞാൻ കേട്ടു. അത് മോശമായിട്ട് എനിക്ക് തോന്നി. അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ, അദ്ദേഹത്തിന്റെ അതേ മതസ്ഥർ, അദ്ദേഹമായിട്ട് അടുപ്പുള്ള ആള് ആണ് അത് വിളിച്ചു പറഞ്ഞത്. അതിൽ നമുക്ക് പങ്കാളിത്തമൊന്നുമില്ല. അത് അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു എന്താ പറയുന്നത്, പുഴു പോലത്തേക്ക് സിനിമ ചെയ്യണമോ, ഉണ്ട പോലത്തേക്ക് സിനിമ ചെയ്യണമോ എന്ന് അദ്ദേഹം ചിന്തിക്കേണ്ടതാണ്. അത് നമ്മളെ ഭാഗമല്ല. അങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, അതിന്റെ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിന് അപമാനപ്പെടണം. ഇതുവരെ അദ്ദേഹം തിരുത്തിയിട്ടില്ല കേട്ടോ, അതും എനിക്കറിയാം. അദ്ദേഹം തിരുത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു വിഷമമുള്ളത്. അദ്ദേഹം തിരുത്തിയിട്ടില്ല. ഫിലോസഫിക്ക് വിലയുണ്ടാവണമെങ്കിൽ ഒരു ഫിലോസഫിക്ക് അധിഷ്ഠിതമായിട്ടുള്ള ജീവിത സാഹചര്യം ഉണ്ടാവണം. കുടുംബ ബന്ധങ്ങളില്ല എന്ന്. താരാട്ട് കേൾക്കാൻ എവിടെയും താരാട്ട് കേൾക്കുന്നില്ല. എന്നെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലുതായിട്ട് തോന്നുന്നത് എന്താണ്, എന്റെ ഉമ്മ എന്നെ പാടിയിറക്കിയ പാട്ടുകാരിക്കണം അല്ലേ. ഹസ്ബി റബ്ബി ജല്ലല്ലാ മാഫി ഹൽഫി ഹൈറുല്ലാ നൂറ് മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ. ഇന്ന് ഞാൻ ആ മതത്തിലില്ല, പക്ഷേ ആ ഈണത്തിൽ ഞാൻ ഇപ്പോഴും ഉണ്ട്. എന്റെ അമ്മയുടെ തോടത്ത് കിടന്നുറങ്ങിയതിന്റെ അമ്മയും ഞാനും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും ഉണ്ട്. ഞാനും സഹോദരങ്ങളും കുഞ്ഞുനാളിൽ ഒരുമിച്ച് ഇരുന്ന് വൈകുന്നേരങ്ങളിൽ ചിലവഴിച്ച നിമിഷങ്ങൾ ഇപ്പോഴും ഉണ്ട്. അവിടെയാണ് നമ്മൾ കുടുംബ ബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞ് രൂപീകരിക്കപ്പെടുന്നത്. ഇന്ന് വൈകുന്നേരങ്ങളിൽ സന്ധ്യ കഴിഞ്ഞ് ഒരുമിച്ചിരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ കുടുംബങ്ങളിൽ ഒരുമിച്ച് ഇരിക്കാറുണ്ടോ? ഒരുമിച്ച് ഭക്ഷണം കഴിക്കാറുണ്ടോ? ഒരുമിച്ച് കഥകൾ പറയാറുണ്ടോ? ഞാനൊക്കെ ഒരുമിച്ചിരുന്ന് കഥകൾ പറഞ്ഞ് നാടകം കളിച്ച് പാട്ടുപാടിയാണ് കുഞ്ഞുനാളിൽ ഒരുമിച്ച് വളർന്നത്. ഒരു കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവണം എന്ന് പറയുമല്ലോ. അങ്ങനെ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഇന്ന് കുടുംബത്തിനുണ്ടോ? എല്ലാവരും ഞെക്കി കളിക്കല്ലേ, ഫോണിൽ ഞെക്കി കളിക്കുന്നു. അപ്പം
അത് മാറിയിട്ട് നമ്മൾ പറയുന്നു, ഇപ്പം ക്രിസ്ത്യാനികളാണെങ്കിൽ ഒന്ന് വൈകുന്നേരം കുരിശ് വരച്ച് ഒരുമിച്ചിരുന്ന്, ഹിന്ദുക്കളാണെങ്കിൽ ഒന്ന് ജപിച്ച് ഒരുമിച്ചിരുന്ന്, മുസ്ലിങ്ങളാണെങ്കിൽ വൈകുന്നേരം ഒരു ഗസ് പാട്ടൊക്കെ പാടി ഒരുമിച്ചിരുന്ന് നന്മയെക്കുറിച്ച് ഒരുമിച്ച് പറഞ്ഞാൽ, മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് ഒരുമിച്ച് പറഞ്ഞാൽ, സംസാരിച്ചാൽ എല്ലാ വീടുകളിലും നന്മയുണ്ടാകും. മറ്റുള്ളവരെ വെറുക്കാൻ പഠിപ്പിക്കരുത്. അവനവനുള്ള നമ്മുടെ ഉള്ളിലുള്ള ഏത് ജാതിക്കും ഏത് മതത്തിനും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടാവും. ആ പോരായ്മകൾ കണ്ടറിഞ്ഞ് അത് തിരുത്താനും മുന്നോട്ട് പോകാനും ഇതൊക്കെ ഒരു കുടുംബത്തിൽ നടക്കേണ്ട ചർച്ചയാണ്. ഒരു കുടുംബത്തിൽ ചർച്ച നടന്നാൽ മാത്രമേ കുടുംബം നന്നാവുള്ളൂ. ഒരു മകന് വൈകുന്നേരം 6 മണിക്ക് 7 മണിക്ക് വീട്ടിലെത്തണം തോന്നണമെങ്കിൽ ആ വീട്ടിൽ 7 മണിക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടാവണം. ആ സന്തോഷം നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുട്ടി വീട്ടിലെത്തില്ല. കുട്ടിക്ക് വീട്ടിൽ കിട്ടുന്നതിനേക്കാളും സന്തോഷം പുറത്തുണ്ടെങ്കിൽ അവൻ അങ്ങോട്ട് പോകും. അത് സ്റ്റാമ്പാണെങ്കിൽ അങ്ങോട്ട് പോകും, ഒരു പൈൻ്റുള്ളതാണെങ്കിൽ അങ്ങോട്ട് പോകും. അപ്പോ വീട്ടിലേക്ക് കുട്ടി എത്തണമെങ്കിൽ വീട്ടിൽ സന്തോഷം വേണം, വീട്ടിൽ മിണ്ടി പറഞ്ഞിരിക്കാൻ ആള് വേണം, ഏട്ടനും അനിയത്തിയും തമാശ പറയണം. ഓരോരുത്തരും ഓരോ മൂലയിൽ ഇരുന്ന് ഫോണിൽ കളിച്ചാൽ കുടുംബം ഉണ്ടാവില്ല, ബന്ധങ്ങൾ ഉണ്ടാവില്ല, യുവത്വം നന്നാവില്ല. ജോലി ചെയ്യാൻ പഠിക്കണം. എന്ത് ജോലിയും ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവണം. വീട്ടിൽ അടുക്കള ജോലി ചെയ്യണം, പറമ്പിൽ കിടക്കണം. പറമ്പില്ലാത്തവൻ 4 ചട്ടിയിലെങ്കിലും കുറച്ച് മണ്ണിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പഠിക്കണം. അവനവൻ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതിലൊരു മാങ്ങയാണെങ്കിൽ ആ മാങ്ങ തിന്നുമ്പോൾ ഉണ്ടാവുന്ന സുഖത്തെക്കുറിച്ച് അറിയണം. ഒരു പുഷ്പമുണ്ടായാൽ ആ പൂക്കൾ നോക്കുമ്പോൾ ഉണ്ടാവുന്ന ആ പൂവിന്റെ ഭംഗി ആസ്വദിക്കാനുള്ള മനസ്സുണ്ടാവും അവനവന് അധ്വാനിച്ചുണ്ടാക്കുകയാണെങ്കിൽ. അങ്ങനെ ഓരോ കുടുംബവും ക്രിയാത്മകമായിട്ട് മാറണം, പോസിറ്റീവായിട്ട് മാറണം. അല്ലാതെ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സൊക്കെ അങ്ങനെയല്ല സാർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ മാറ്റം വരണ്ടേ? ക്രിയേറ്റീവ് ആവണ്ടേ? നമ്മൾ പ്രതികരിച്ചു തുടങ്ങണ്ടേ? നമ്മൾ രാഷ്ട്രീയം അതൊക്കെ നമുക്ക് ഇലക്ഷന്റെ സമയത്തോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. പക്ഷെ കുടുംബം, ജീവിതം അതൊക്കെ നമ്മളെ മുന്നോട്ട് നയിക്കേണ്ട കാര്യങ്ങളാണ്. ഇത്തരം ലഹരിയെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അതേപോലെ ഞാനെപ്പോഴും പറയാറുണ്ട്, മതവൈര്യം കൊണ്ട് നടക്കുന്ന പ്രസ്ഥാനങ്ങളെ നിരുത്സാഹപ്പെടുത്തുക. അവനവന്റെ വിശ്വാസത്തിലും എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ തന്റെ ഇടം കാണിക്കുക. ഒരാളെയും കൊന്നിട്ടോ ഇകഴ്ത്തിയിട്ടോ ഇല്ലായ്മ ചെയ്തിട്ടോ ആർക്കും ഒന്നാവാൻ പറ്റില്ല, വലുതാവാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കാനുള്ള ത്രാണിയുണ്ടാവുക. തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കേൾപ്പുണ്ടാവുക. ഇതൊക്കെയല്ലേ? ആരും പൂർണ്ണരല്ല. അവനവന്റെ തെറ്റുകളെ തിരിച്ചറിയുകയും അതിനെ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്. ഒരു സർക്കാർ അവന്റെ തെറ്റുകൾ, ഇപ്പൊ സർക്കാർ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞെടുത്ത് വെച്ച് അവസാനിപ്പിക്കുകയാണ്. വെള്ളം പൊങ്ങുമ്പോൾ നിസ്സഹായത വിളിക്കുന്ന സർക്കാർ വേണ്ടുന്നത് എന്താണ്? മെയ്ക്ക് മുമ്പ് എല്ലാ പണിയും തീർത്തു വെക്കണം. അവിടുത്തെ ഓവുചാലി ശരിയാക്കിയോ, ഇവിടെ വെള്ളം പൊന്തുവോ, ഇതൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് ഓവുചാലി കീറി വെക്കുന്ന ഒരു മന്ത്രിയാണ് നമുക്ക് വേണ്ടത്. ആ സമയത്ത് ലോകം മുഴുവൻ കറങ്ങി വരുന്ന മന്ത്രിയല്ല നമുക്ക് വേണ്ടത്. ബോധമുള്ള മന്ത്രിമാരുണ്ടാവണം. ഇന്നൊരു കുടുംബത്തിന്റെ അധ്വാനം കിട്ടുമ്പോൾ 1000 രൂപ കൂലി വാങ്ങിച്ചാൽ 500 രൂപ പിടിച്ചു വാങ്ങുന്ന ഇടങ്ങളാണ് കള്ളുഷാപ്പുകൾ, മദ്യശാലകൾ. ഞാൻ ഇന്ന് ജോലി ചെയ്താൽ ആ ജോലിയുടെ 1000 രൂപ കിട്ടിയാൽ 500 രൂപ അന്ന് തന്നെ പിടിച്ചു വാങ്ങുന്ന ഇടമാണ് മദ്യശാലകൾ. ഒരു 1-ാം തീയതിയാണ് ഇപ്പോൾ ആകെ കൂടി ഫ്രീ കൊടുക്കുന്നത്. 10 മണി കഴിഞ്ഞാൽ കിട്ടില്ല എന്നുള്ളൊരു ബോധമാണ് അത്രയും കൂടി മാറ്റിവെക്കുന്നത്. 24 മണിക്കൂറും കിട്ടുമെന്നും 1-ാം തീയതി കിട്ടുമെന്ന് അത്രയും സർക്കാരിലേക്ക് പണം എത്തുമായിരിക്കാം. പക്ഷേ ഒരു കുടുംബത്തെയാണ് കൊള്ളയടിക്കുന്നത് സർക്കാർ. ഒരു സംശയവും വേണ്ട.
ഒരു കുടുംബത്തെയാണ് കൊള്ളയടിക്കുന്നത്. അങ്ങനെ കൊള്ളയടിച്ചിട്ട് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഈ സർക്കാർ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ജനഹിതമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇനി വെള്ളം ഇറങ്ങുന്നവരെയും വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. സമൂഹത്തിൽ എന്താണ് മാറ്റം വരുന്നത് എന്നൊന്നും സർക്കാരിന് ഒരു പ്ലാനും ഇല്ലാതെ കോൺട്രാക്റ്റിൽ എത്ര വിഹിതം കിട്ടും, അവിടെ ഓവുചാല് കിട്ടിയാൽ എത്ര വിഹിതം കിട്ടും, ഇവിടെ തടയണ കിട്ടിയാൽ എത്ര വിഹിതം കിട്ടും എന്ന് ചിന്തിക്കുന്ന സർക്കാരുകൾ മാറി മനുഷ്യർക്ക് വേണ്ടി, ജനത്തിനു വേണ്ടി, ജനങ്ങളുടെ ഹിതമറിഞ്ഞ് പ്രവർത്തിക്കുന്നവരായി ഒരു സമൂഹം വന്നാലേ മാറ്റമുണ്ടാവുള്ളൂ. ഏതോ രാജ തതോ പ്രജ. രാജാവ് കട്ട് തിന്നാൽ പൊതുജനം വീണ്ടും വീണ്ടും കട്ട് തിന്നുകൊണ്ടേയിരിക്കും. അത്രേ പറയുന്നുള്ളൂ. കുടുംബ പ്രാരാബ്ധമുള്ളവരെ വീട്ടിൽ സഹായിക്കും. ഇപ്പൊ വീടുകളിൽ സഹായിക്കുന്നവർ വളരെ കുറവാണ്. കുട്ടികളെ തൊടിയിക്കാറില്ല. കുട്ടികൾ പഠിക്കണം, കുറച്ച് തീയൊക്കെ പൊള്ളി സാമ്പാറുണ്ടാക്കി തൊഴിൽ ചെയ്യാൻ എനിക്ക് 24 തൊഴിലറിയാം. ഇപ്പം ആ 24 തൊഴിൽ ചെയ്യാനും എനിക്കൊരു മടിയില്ല. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ വയർമാൻ ടെസ്റ്റ് എഴുതിയ ആളാണ് ഞാൻ. 10ാം ക്ലാസ്സിൽ വയറിംഗ് പഠിച്ചു, ടൈലറിംഗ് പഠിച്ചു, അപ്പോൾസ്റ്ററി പഠിച്ചു. അങ്ങനെ 24 തൊഴിൽ, സിനിമയിൽ എല്ലാ തൊഴിലും ചെയ്യും. ആരൊന്നും മടി തോന്നിയിട്ടില്ല. ഇന്ന് ഫിസിക്സ് പഠിക്കുന്ന കുട്ടികൾ, കെമിസ്ട്രി പഠിക്കുന്ന കുട്ടികൾ, ഫിസിക്സിൽ ചാലകം എന്താണെന്ന് അറിയാം, അചാലകം എന്താണെന്നറിയാം, പക്ഷെ ഫീസ് കെട്ടാൻ അറിയില്ല. ഒരു ഫ്യൂസ് ഊരിപ്പോയി കഴിഞ്ഞാൽ ഫ്യൂസ് കെട്ടാൻ അറിയാത്ത ശാസ്ത്രജ്ഞന്മാരാണ് നമ്മുടെ കുടുംബത്തിലുള്ളത്. ഞാനൊക്കെ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ വീടിന് ഫ്യൂസ് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു പ്ലഗ് മാറ്റി വെക്കേണ്ടി വന്നാൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികൾ ഫ്യൂസ് കെട്ടാൻ അറിയാമോ? ഒരു പ്ലഗ് മാറ്റി വെക്കാൻ അറിയാമോ? ഒരു ലൈൻ വലിക്കാൻ അറിയാമോ എന്ന് നോക്കണം. നന്നായി വരട്ടെ, നല്ലത് വരട്ടെ. ഈ മഴക്കാലം വലിയ ദുരന്തങ്ങളില്ലാതെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. വേറെ ഒന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. പിന്നെ ഇന്നലെ നമ്മൾ തുടങ്ങി വെച്ച വീടിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ വിശേഷം ഞാൻ പ്രത്യേകമായിട്ടിട്ടാം. എല്ലാവർക്കും നന്ദി. ഒരുപാട് സഹായം എത്തി. ഇന്നലെ ഞാനിട്ട റിക്വസ്റ്റിന് ഏകദേശം 2 ദിവസം കൊണ്ട് 1 ലക്ഷം രൂപയുടെ മേലെ എത്തിയിട്ടുണ്ട്. ഇനിയും വേണം അവർക്ക് വീട് മാത്രം പോരാ, അവർക്ക് ജീവിക്കാൻ ഒരു പശുവും ഒരു പഴിച്ചു തൊഴുത്തും വേണം. അതിന്റെ വിശേഷങ്ങൾ ഞാൻ നാളെ ഇടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്നായി വരട്ടെ. എല്ലാവരും ഈ മഴക്കാലത്ത് നേരത്തെ പറഞ്ഞ പോലെ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. മന്ത്രിമാരൊക്കെ ഒന്ന് വെള്ളത്തിൽ ഇറങ്ങി നിന്നാൽ നന്നായിരിക്കും. ഫോട്ടോ എടുക്കാനല്ല കേട്ടോ. എവിടെയാണ് ബ്ലോക്ക് ഉണ്ടെന്നും ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. അടുത്ത വർഷം ആവർത്തിക്കണ്ടല്ലോ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.